ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ബുധനാഴ്ചയാണ്. ഞാനിപ്പം മോത്തി ബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ ആഴ്ചയിൽ നമ്മളൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്യും അടുത്ത 5 ദിവസം. ഒലായിൽ ഇൻസെൻറ്റീവ് ഉണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അടുത്ത 5 ദിവസം കൊണ്ട് 100 റൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1850 രൂപ വരെ ഇൻസെൻറ്റീവ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അടുത്ത 5 ദിവസം ഞാൻ ഫുള്ള് ഒലയിൽ ഓടാൻ പോവാണ്. ഞാനിപ്പോൾ മോത്തി ബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് ലോഗിൻ ചെയ്ത് 11 ആയപ്പോൾ നമുക്ക് ഫസ്റ്റ് റൈഡ് കിട്ടിയിരുന്നത് ഒലായിൽ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. അതായത് 28 രൂപ നമുക്ക് അവർക്ക് പേ ചെയ്യുവാണെങ്കിൽ അവർ 0 കമ്മീഷൻ, അവരുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ള റൈഡ് നമുക്ക് തരും. പക്ഷേങ്കിൽ 28 രൂപ 0 കമ്മീഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഗൂഗിൾ പേയിൽ അവർക്ക് പേ ചെയ്യും. പിന്നെ അവർ നമ്മുടെ വാലറ്റിൽ നിന്ന് 28 രൂപ വീണ്ടും മൈനസ് ആക്കും. അങ്ങനെ ടോട്ടൽ 56 രൂപ അവർക്ക് പേ ചെയ്യേണ്ടി വരും. അതും മറ്റൊരു രീതിയിൽ നമ്മളെ പറ്റിക്കുകയാണ് അവർ. 28 രൂപ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിന്ന് മൊത്തം 58 രൂപ പിടിക്കും. എനിക്കിപ്പോൾ മോത്തിബാഗ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒലായിൽ ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്നത്തെ. അഖിലേഷ് കുമാർ ഇവിടെ നിൽപ്പുണ്ട്. ആള് ഇതാണെന്ന് തോന്നുന്നു. അത് തന്നെ OTP वसंत विहार जाना है ना, वहाँ पे मुझे तो कैसे जाना है उधर की, मतलब गांव की, लेकिन मुझे അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു. പക്ഷെങ്കിൽ ലൊക്കേഷൻ വേറെയാണ് കാണിക്കുന്നത്. ഇതാണ് കുഴപ്പം. ഒലായിൽ ഓടിയുള്ള കുഴപ്പം ഇതാണ്. ഏഷ്യാന്ത്രനാ അപ്പം അങ്ങനെ ഒലയിൽ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈ ട്രിപ്പ് നമുക്ക് ലാഭമായിരുന്നു. 2.9 കിലോമീറ്ററിന് 46 രൂപ കിട്ടി. അപ്പോൾ അങ്ങനെ ഒലയിൽ നിന്ന് 4 റൈഡ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 20 രൂപ ഇൻസെൻറ്റീവ്. അത് കഴിഞ്ഞ് 12 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 60 രൂപ. ടോട്ടൽ 20 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 200 രൂപ. ഇത്രയും ഡെയിലി ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ 220 രൂപ ടോട്ടൽ 20 ട്രിപ്പിന് നമുക്ക് കിട്ടും. പിന്നെ അടുത്ത 5 ദിവസം കൊണ്ട് 100 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ. അത്രയുമാണ് ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ്. ഇന്നെനിക്കാണെങ്കിൽ രാവിലെ വണ്ടി എടുത്തപ്പോൾ തന്നെ പണി പഞ്ചറിൻ്റെ രൂപത്തിൽ കിട്ടി. 200 രൂപ രാവിലെ പോയി കിട്ടി. മിക്കവാറും ഈ ടയർ ഉടനെ തന്നെ മാറ്റേണ്ടി വരും. ചെറിയൊരു പഞ്ചറുണ്ടായിരുന്നു. അത് കാരണം കാറ്റ് കുറഞ്ഞപ്പം വലിയൊരു പഞ്ചറുണ്ട് വണ്ടിയിൽ, അതിൽ കൂടെ ലീക്കായി. അപ്പോൾ ആ പഞ്ചർ മാറ്റിയിട്ടുണ്ടെന്ന് ടോട്ടൽ 3 പഞ്ചർ ചെയ്യേണ്ടി വന്നു. നമുക്ക് മുനീർക്ക സൈഡിലോട്ട് പോവാം. അവിടുന്ന് കാണാൻ ട്രിപ്പ് കിട്ടാൽ ട്രിപ്പൊരു മടുപ്പാണല്ലോ രാവിലെ തന്നെ. ഇപ്പം ഓലയിൽ ട്രിപ്പൊന്നും വരത്തില്ല ഇപ്പോഴേ. ഏതെങ്കിലും ഒരു ട്രിപ്പ് ഊബറിൽ എടുത്ത് കഴിയുമ്പോൾ അന്നേരം പടപടയെന്ന് അടിക്കാൻ തുടങ്ങും. അതുവരെ അനങ്ങാതിരിക്കും. അങ്ങനെ ഞാനിപ്പോൾ അടുത്ത 2 ട്രിപ്പ് ഊബറിലെടുത്ത് INA കോളനിയിലെത്തി. മുനീർക്കയിൽ നിന്നൊരു ട്രിപ്പ് എടുത്ത് നേരെ സൗത്ത് എക്സിൽ വന്നു. സൗത്ത് എക്സിൽ നിന്ന് INAക്ക് അപ്പം തന്നെ നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടി. അത് 2 എടുത്ത് 92 രൂപ അങ്ങനെ കിട്ടി. അത് കഴിഞ്ഞിപ്പോൾ വേണ്ട INA വന്നപ്പം അവിടുന്ന് JNUവിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. ഈ ഒലയിലൊരു ട്രിപ്പ് എടുക്കാൻ ഊബർ സമ്മതിക്കുകയില്ല. ഊബറിൽ ട്രിപ്പ് എടുത്ത് സമയം കളഞ്ഞാൽ ഓലയിലെ ട്രിപ്പ് പണിയാകും. 20 എണ്ണം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സമയമെടുക്കും. ട്രിപ്പില്ലാതെ വെറുതെ നിൽക്കുന്നതോട് എനിക്ക് യോജിപ്പില്ല. എനിക്കത് ഭയങ്കര കണക്കാവും. ട്രിപ്പില്ലാതെ അവിടെ ഇവിടെ പോയി വായി നോക്കി നിൽക്കുന്നത്.
എടുക്കുവാണെങ്കിൽ കണ്ടിന്യൂ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കണം. അതൊരു രസമാണ്. അത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് തന്നെ വരണം. സൗത്ത് ടാക്സി പോയിട്ട് അവിടെ നിന്ന് അതേ സെയിം സ്പോട്ടിൽ തന്നെ ഊബർ അടുത്ത ട്രിപ്പ് വന്നു അയ്യന്നേക്ക്. അതുകൊണ്ട് അവിടെ ഒറ്റ മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതേപോലെ വേണം. ഇവിടെ വന്നിപ്പോൾ 5 മിനിറ്റ് ഇവിടെ നിന്നു. അപ്പോൾ ഊബറിൽ അടുത്ത ട്രിപ്പ് കിട്ടി. കസ്റ്റമർ വിളിക്കുന്നില്ല. ഹലോ അജി एक पे ओके 1 मिनट आ रहा हूँ मैं. ഇതല്ലേ 1 നമ്പർ ഗേറ്റ്. ഈ നിൽക്കുന്ന പുള്ളിക്കാരിയാണ്. പിൻ നമ്പർ 9077 कहाँ से? बाहर से चलो। आगे से दिखा रहे हैं वो। या इस पे चलना है। कहाँ पे? लाइव लोकेशन भेजी है। नहीं हाँ JNU पे है ना? JNU पे है ना? ओके ठीक है. हाँ जी. മാൻ കണ്ട മാൻ ഈ JNUവിനകത്ത് ഈ കാടിനകത്തെല്ലാം മാന്, കുറുനരി, പിന്നെ മുള്ളംപന്നി ഇതെല്ലാം ഉണ്ട്. അങ്ങനെ 61 റുപ്പീസിൻ്റെ നെക്സ്റ്റ് ട്രിപ്പും കഴിഞ്ഞു. നമ്മുടെ ഒലയുടെ ടാർഗറ്റ് ഇതുവരെ ഒന്നും ആയില്ല. ഒരു ട്രിപ്പേ ആയിട്ടുള്ളൂ. സമയം 1 മണിയുമായി. ഊബറിലാണല്ലോ ട്രിപ്പ് മൊത്തം വരുന്നത്. ഓല സമ്മതിക്കില്ലല്ലോ. അങ്ങനെ JNUവിലെ ട്രിപ്പ് അവസാനിപ്പിച്ച് പിന്നെ നമ്മൾ IIT പോയി. IITയിൽ നിന്ന് നേരെ ഇപ്പം AMC വന്നു. ഇതുവരെ ഊബറിലായിരുന്നു ട്രിപ്പ് എടുത്തുകൊണ്ടിരുന്നത്. ഓലയിൽ ഒരു ട്രിപ്പ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ഇപ്പം നമ്മൾ ഓലയിലെ സെക്കൻഡ് ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു. ഊബർ നല്ല ട്രിപ്പ് തന്നുകൊണ്ടേയിരിക്കുക. അത് കാരണം ഓലയിൽ ട്രിപ്പ് എടുക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എയിംസിൻ്റെ മുമ്പിൽ എയിംസ് മെട്രോ ഗേറ്റ് നമ്പർ 2 നിന്ന് സഫ്ദർജംഗിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി. മഹിമ സാന്തിന്യ ഇതാണോ മഹിമ? 3200 चेंज नहीं होगा. नहीं चेंज नहीं है मेरे पास. नहीं അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് 34 രൂപയായിരുന്നു. പുള്ളിക്കാരി 50 രൂപ എന്നിട്ട് ടിക്ക പയ്യ പറഞ്ഞിട്ട് പോയി. 3 കിലോമീറ്റർ 34 രൂപ പ്ലസ് 16 രൂപ. ജിമ്മിനി. അങ്ങനെ മഹിമാജിയുടെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പം തന്നെ ആരുഷിയുടെ ട്രിപ്പ് അടിച്ചു. മാൾവിയ നഗറിലേക്ക്. മാൾവിയ നഗർ അവിടാണല്ലോ.
ഇതാണോ? ത്രീ 3955. .9 കിലോമീറ്റർ 19 മിനിറ്റ്. ഏപ്പേ इसी पे कर दूँगा. ओके. അങ്ങനെ 53 രൂപയുടെ മൂന്നാമത്തെ ട്രിപ്പ് ഒലായിൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരെ മാൾവ്യ നഗറിലെത്തി. മാൾവ്യ നഗർ ഇവിടെ 2 മിനിറ്റ് നിൽക്കാം ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടി. അങ്ങനെ മാൾവ്യ നഗർ വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഊബറിലൊരു ട്രിപ്പ് കിട്ടി നേരെ സരോജിനി നഗറിലേക്ക്. എന്നാൽ പിന്നെ അതെടുക്കാമെന്ന് വെച്ചു. 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പിക്കപ്പിന്. അപ്പം പിന്നെ ആ ട്രിപ്പ് എടുത്ത് നേരെ സരോജിനി നഗർ പോകാമെന്ന് വെച്ചു. ഓലയിൽ നല്ല ട്രിപ്പ് നോക്കി നിൽക്കുന്നതിനേക്കാളും നല്ലത് കിട്ടുന്നിടത്തങ്ങ് പോവുക. ഓലയിലെ ട്രിപ്പ് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ ചില ട്രിപ്പ് ഭയങ്കരമായിട്ട് റേറ്റ് താത്തിയായിരിക്കും വരുന്നത്. 3:10 സമയം. റൈഡർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ആണോയെന്നറിയില്ല. ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ആണെങ്കിൽ ഈ നിൽക്കുന്നതാണോ കനിഷ്ക? ഇത് തന്നെ 0095. ഡബിൾ അങ്ങനെ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. ഞാനിപ്പോൾ മുനീർക്കയിലാണുള്ളത്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് കാൺപൂർ പോയി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തകർത്തോട്ടമായിരുന്നു. പിന്നെ റെസ്റ്റ് എടുക്കാൻ സമയമില്ലാതെ ഓട്ടമായിരുന്നു. അതുകൊണ്ട് ക്യാമറയുടെ ബാറ്ററി മാറ്റിയിടാനും പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് 5 മണിയായപ്പോൾ. ഇതുവരെ നമ്മൾ ഓലായിൽ 328 രൂപയ്ക്ക് ഓടി 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഊബറിലും 7 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 286 രൂപയ്ക്ക് ഊബറിൽ ഓടിയത്. അങ്ങനെ മൊത്തം 614 രൂപയ്ക്കാണ് ഇന്ന് നമ്മൾ ഓടിയത്. $614 120 രൂപയുടെ പെട്രോള് ചിലവായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ മിച്ചമുണ്ട്. ഇന്ന് അധിക നേരം ഓടിയില്ല. 11:30 മുതലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 11:30 മുതൽ ഇപ്പോൾ 5 മണി വരെ 5.5 മണിക്കൂറേ ഓടിയിട്ടുള്ളൂ. അഞ്ചര മണിക്കൂർ കൊണ്ട് 614 മോശമില്ലാത്ത ട്രിപ്പാണ്. പക്ഷെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയിട്ടില്ല. 12 ട്രിപ്പെങ്കിലും ഒലയിൽ ചെയ്യണം ഇൻസെൻറ്റീവ് എടുക്കണമെങ്കിൽ. അപ്പം ഞാൻ വൈകിട്ട് പോയിട്ട് 6:30 കഴിഞ്ഞിട്ട് ഒന്നിറങ്ങാമെന്ന് വിചാരിച്ചാണ്.
ഓലയിൽ മാത്രം കണ്ടിന്യൂ ഓടാമെന്ന് വിചാരിച്ചപ്പം ഊബർ നല്ല ട്രിപ്പുകൾ തന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. അത് കാരണമാണ് രണ്ടിലും കൂടെ ഓടിയത്. രണ്ടിലും കൂടെ അങ്ങനെ ഓടിയതുകൊണ്ട് നമുക്ക് വെറുതെ സമയം കളയേണ്ടി വന്നില്ല, ഓടിക്കൊണ്ടേയിരിക്കായിരുന്നു. അപ്പം ഞാനിന്ന് പകലത്തെ ട്രിപ്പ് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.